உடுமன்சோலையில் வேட்பாளர் குறித்த செய்திகளை மறுக்காமல் எம்எம்மணி எம்எல்ஏ. கட்சி அனுமதித்தால் மீண்டும் போட்டியிடுவேன் என்றும் எம்எம்மணி கூறினார். எம்எல்ஏ பதவியை எதிர்பார்த்து கட்சிக்கு வரவில்லை என்றும், எம்எல்ஏ ஆவதற்கு பல வருடங்களுக்கு முன்பே கட்சியில் வேலை செய்து வருவதாகவும் எம்எம்மணி கூறினார். ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം പ്രധാന ചർച്ച ആശാൻ സ്ഥാനാർത്ഥിയാകൂ എന്നുള്ളതാണ്. അതൊക്കെ പാർട്ടി പറയുന്നവരല്ലേ ചെയ്യുക. ഞാൻ കയറി സ്ഥാനാർത്ഥി, അതൊക്കെ കോൺഗ്രസിനകത്താണ് ഇങ്ങനെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഇടി. ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പതിവില്ല. അവർക്ക് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആ ഒരു സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയസാധ്യത, എങ്ങനെയാണ് ഇതൊക്കെ നോക്കി തീരുമാനിക്കും. ഞാൻ 2 ടേൺ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു. എനിക്ക് ചെയ്യാമെന്ന് നോക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പിരിയുന്നതിന് മുമ്പ് ഇതും കൂടെ ബാക്കിയും കൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് താല്പര്യവും. ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന നില ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി പറഞ്ഞ ആശാൻ മത്സരിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നതിൽ ചെയ്യും. ഇല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കണം അവരുടെ വിജയത്തിന് വേണ്ടി. പിന്നെ അതെന്റെ ജോലിയല്ലേ. അതിനാണ് ഇപ്പൊ MLA പണി നോക്കി പാർട്ടി വന്നതല്ലല്ലോ നമ്മളതിനൊക്കെ എത്രയോ മുമ്പ് വന്നതാ. വർഷം എത്രയാണെന്നറിയോ. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആശാൻ മത്സരിക്കണം. അതിപ്പോ ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വരും. അതൊക്കെ നോക്കാം, സമയം.